വെൽക്കം ടു ഹാബിറ്റ്സ് ഓഫ് മീ. കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു ക്രീമി പാസ്ത കഴിക്കണമെന്ന്. ഇൻഗ്രീഡിയൻസ് എന്തായാലും കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഉണ്ടാക്കുക കഴിക്കുക അതന്നെ. ആദ്യം തന്നെ സ്റ്റൗ ഓണാക്കി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം തിളക്കാൻ വേണ്ടിയിട്ട്. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ചേർക്കുക. എന്നിട്ടോ നമ്മുടെ പാസ്ത അതിലോട്ട് ചേർക്കണം. ഇനി പാസ്ത നന്നായി വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വേറെ പരിപാടിയുണ്ട്. ഇനി 2 സവാളയും കുറച്ച് ഗാർലിക്കും ഒരു ടൊമാറ്റോയും ഒരു ചില്ലിയും എടുക്കുക. ഇനി ചെറുതായി അരിഞ്ഞെടുക്കുക. ഇനി ഒരു ജാറിലേക്ക് നമ്മൾ സവാള, ടൊമാറ്റോ, ചില്ലി ഇത് ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക. ഗാർലിക് അവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇതേ നമ്മുടെ പാസ്ത ഇവിടെ കിടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ വെന്തിട്ടില്ല, ടൈമുണ്ട്. ഇതേ നമ്മുടെ പാസ്ത പാകത്തിന് വേവായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വാർത്തെടുക്കണം. നമ്മളുണ്ടാക്കാൻ പോകുന്നത് ക്രീമി പാസ്തയല്ലേ, അപ്പം അതിൽ എന്ത് വേണം? വൈറ്റ് സോസ് വേണം. ഇനി ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ചേർക്കുക. ഇനി ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർക്കുക. ഇനി അതിലോട്ട് കുറച്ച് പാൽ ചേർക്കുക. പാൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കണം കേട്ടോ. ഒരു ക്രീം പരുവമായിരിക്കും നമ്മുടെ വൈറ്റ് സോസ്, അതുവരെ നമ്മൾ ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീം ഏതാണ്ട് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഈ രൂപത്തിലായിരിക്കണം. ഇനി സ്റ്റൗവിലോട്ട് മറ്റൊരു പാൻ വെക്കുക. അതിലേക്ക് ലേശം ബട്ടർ ചേർത്ത് ഗാർലിക് നന്നായി വഴറ്റിയെടുക്കുക. ഗാർലിക് മൂത്ത് വരുമ്പോൾ ഇനി അതിലോട്ട് മുമ്പ് തയ്യാറാക്കി വെച്ച പേസ്റ്റ് ചേർക്കുക. 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുക. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർക്കുക. ഇനി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുക. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഇനി മുമ്പ് തയ്യാറാക്കി വെച്ച വൈറ്റ് സോസിലോട്ട് നമ്മുടെ പാസ്ത ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മുടെ കൂട്ട് ചേർക്കാം. വേണമെങ്കിൽ ഇനി ലേശം ചില്ലി ഫ്ലെക്സ് കൂടെ ചേർക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീമി പാസ്ത റെഡി. ഇത്രയും സിമ്പിളാണോ എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിച്ചു നോക്കുന്നത്? അതെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ? അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഷെയറും.